ഹലോ, നീതുവാണ്. നീതുവാണ്. മഴയിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാനോ സാറ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമ്പല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. ശരി 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 ശരി. ഹലോ, നീതു, നമ്മുടെ ഈ ഹരിത എന്ന് പറഞ്ഞ എന്റെ വീട്ടുകാര അവിടെ ഉണ്ടോ? ഹരിത അല്ല, ദിവ്യ. ദിവ്യച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതല്ല, നമ്മുടെ നിങ്ങളുടെ വീടിന്റെ ആ ഭാഗത്തുള്ള ഒരു ഹരിതയുണ്ട് ഇവിടെ, നമ്മുടെ സൈക്കാട്രി വാർഡിലെ ANM GDA. അവളുടെ വീട്ടുകാരുണ്ടോ അവിടെ? അവരുടെ വീട്ടുകാര് ഇല്ല. ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രം, ഒരു 5-6 കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ആണല്ലേ? അതുപോലെ നമ്മുടെ ANM സ്റ്റാഫ് ദിവ്യ, അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊരു 1 മണി ആയപ്പോ വിളിച്ചു. വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ടേ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ്, ഒരാളെ വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്നറിയാം. അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ്, ഞാനും പപ്പൻ ചേട്ടൻ എഴുന്നേറ്റ് നോക്കി. അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം, അത് ഉറവ് പൊട്ടിയ വെള്ളമുണ്ട്. അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല്ല് വേണ്ട. അപ്പൊ ഞാന് ചേട്ടനോട് പറഞ്ഞു, ചേട്ടയി ഇത് പോകുന്നുണ്ടല്ലോ എന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടിങ്ങ് വന്നു. കൊച്ചു കിടക്കുന്ന, അമ്മ കിടക്കുന്ന, അവരൊക്കെ ശരി ശരി. നീ ഒരു കാര്യം ചെയ്യ്, ഫോണിന്റെ ചാർജ് തീർക്കണ്ട. അത്യാവശ്യ കോഴ്സ് മാത്രം എടുത്താൽ മതി. നെറ്റ് ഓഫാക്കി വെക്ക് കേട്ടോ. അപ്പൊ ചാർജ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാനുണ്ടാവില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കോഴ്സ് മാത്രം യൂസ് ചെയ്യാം കേട്ടോ. വിളിച്ചിട്ടുണ്ട്. ശരി ശരി. ഹലോ മോളെ, നിങ്ങള് സ്ഥിതി എന്താ? എവിടെയുള്ളത് നിങ്ങള്? വീട്ടിലുണ്ട്, വെള്ളമാണ്. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അല്ല പിന്നെ ഇനി പൊട്ടിയൊക്കെ ഞങ്ങളൊക്കെ പോകും. മോളെ സ്ഥലം എവിടെയാ നിങ്ങള്? ചൂരമല ഹൈസ്കൂൾ റോഡ്. ഇപ്പം നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. അല്ല മോളെ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണോ ഉള്ളത്? അതെ അതെ അതെ. എവിടെ? സ്കൂൾ എങ്ങനെയാണോ? സ്കൂളിന് ഇച്ചിരി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളുടെ വീട്ടിലാണുള്ളത്. അല്ല, നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയാ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാ പോരെ? അങ്ങനെയല്ല, അതായത് ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങളുടെ വീടിന്റെ പുറകിൽ കൂടെയും സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പൊ താഴെയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, രക്ഷപ്പെട്ട്. അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ശരി. അത് ഇനിയിപ്പോ അവിടെ മുകളിൽ നിന്ന് പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ള കുന്നും മലകളും ഉള്ളതാണോ? ഇതിപ്പോ മുണ്ടക്കൈന്ന് എവിടുന്നോ പൊട്ടി വന്നത്, വഴിമാറി വന്നതാ. അവിടെ പൊട്ടിയിട്ടുണ്ട്. വഴികളും ബ്ലോക്കും കാര്യങ്ങളും ആണ് ഇപ്പൊ നിലവില്. ഒരു ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ശരി ശരി. ഒരു കാര്യം, നിങ്ങളെ പാനിക്കാതെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവിടെ? എല്ലാരും ഉണ്ട്. ഞങ്ങൾ എല്ലാരും അറിയിച്ചുകൊണ്ടിരിക്കുക. ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരട്ടെ. അവിടുത്തെ മെമ്പർ ആരാണ്? നൂറുദ്ദീൻ. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? അത് ഇവര് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്ന സ്ഥലം എവിടെയാ? ഇല്ല, എവിടേക്ക്? ഞങ്ങളുടെ വീടാണ് ഇപ്പൊ സേഫ് ആയിട്ട് തൽക്കാലത്തേക്കുള്ളത്. വേറെ ഇങ്ങോട്ട് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല. മണ്ണും ചെളിയാണ്. എവിടുന്നൊക്കെയോ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എന്തായാലും ഒന്ന് പറഞ്ഞു. ശരി ശരി. ഞങ്ങൾ പരമാവധി അവിടെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പരമാവധി ഇവിടെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഞങ്ങള് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ടാണ് അവിടേക്ക് വിളിച്ചത്. സാറെ വിളിച്ചിട്ടുണ്ട്. സാറെന്നെ വിളിച്ചിരുന്നു. സാറെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഞങ്ങളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി.
ഓക്കെ